സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ശ്രീ സന്നിധാനന്ദനെ കുറിച്ചുള്ളൊരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വൈറലാണ്. മറ്റൊന്നുമല്ല, ഏതോ ഒരു മാന്യ സ്ത്രീ അദ്ദേഹത്തിൻ്റെ ആ ഒരു തലമുടിയുടെ ആ സ്റ്റൈലിനെ കുറിച്ചും ആ നീളമുള്ള തലമുടിയെക്കുറിച്ചും പിന്നെ പെൺകുട്ടികളെയും ആൺകുട്ടികളുടെയും അവരുടെ വ്യക്തിത്വം പ്രതിഫലിക്കുന്നൊരു സ്റ്റൈലിൽ ആ ഒരു ശരീര ആ ഒരു രൂപത്തിൽ ആ ഒരു ഡീറ്റെയിലൊക്കെ നിലനിർത്തിക്കൊണ്ട് വേണം വളർത്താനെന്ന് പറയുകയുണ്ടായി. അത് ശ്രീ സന്നിധാനന്ദന് വലിയ വിഷമം തോന്നി. അദ്ദേഹം കേസിലേക്കും മറ്റ് നടപടി എന്തോ ഒക്കെ പോകുന്നതായിട്ട് കേട്ടു. അപ്പോൾ ഇവിടെ എൻ്റെ അഭിപ്രായം എന്തെന്ന് പറഞ്ഞാൽ ഇതിൽ ശ്രീ സന്നിധാനന്ദന് ക്ഷമിച്ച് കളയാവുന്നതേ ഉള്ളൂ. മറ്റേതിലെന്താണ് അദ്ദേഹത്തിന് വിഷമം തോന്നാനുള്ള കാരണമെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. കാരണം നമ്മുടെ അതിലിപ്പോൾ ആ വ്യക്തി വലിയ വേദന തോന്നുന്ന ഒരു കമൻറ്റും പറഞ്ഞതായിട്ട് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മുടിയെ ഒരു സ്റ്റൈല്, അതായത് പെൺകുട്ടികളെപ്പോലെ അദ്ദേഹത്തിൻ്റെ ആ മുടിയുടെ ആ ഘടന തോന്നുന്നുവെന്നോ മറ്റോ ആണ് പറഞ്ഞതെന്ന് കേൾക്കുന്നു. നിങ്ങളുടെ പോലെ ഞാനും പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ഈ കമൻറ്റുകളും ഈ കാര്യങ്ങളും ഒക്കെ അറിയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ പറയുന്ന എന്നെപ്പോലും 90കളിൽ, ഇപ്പോൾ തീർത്തുമില്ല, അന്നേ ഞാൻ കഷണ്ടിയാണ്. അപ്പോൾ എൻ്റെ മുടിയുടെ ശ്രീ സന്നിധാനന്ദന് മുടി കൂടുതലായതുകൊണ്ട് കമൻറ്റ് വന്നെങ്കിൽ അല്ലെങ്കിൽ എന്നെപ്പോലുള്ളവരെ കഷണ്ടി എന്ന നിലയിലെന്ന് വിരലിലെണ്ണാന്നുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചത് വേദനയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ നേരിയ ചിരിയോടുകൂടി അത് അർഹിക്കുന്ന ആ ഒരു വില കൊടുത്ത് അതിനെ പുച്ഛിച്ച് അല്ലെങ്കിൽ നിസ്സാരവൽക്കരിച്ച് കളഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഇന്ന് 90കളിലാണ് ഈ ഒരു കഷണ്ടികളെ അത്ഭുതത്തോടുകൂടി നോക്കുന്ന ആ ഒരു സാമൂഹിക പശ്ചാത്തലം. ഇന്നിപ്പോൾ നമ്മുടെ മലയാളത്തിലെയും തമിഴിലെയും പ്രഗത്ഭരായ ചലച്ചിത്ര നടന്മാരിൽ പകുതി പേരും കഷണ്ടിയാണ്. വിനയത്തിൻ്റെ ആൾരൂപമായ ശ്രീ രജനീകാന്ത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ നിമിഷങ്ങളിലെ ചിത്രങ്ങളൊക്കെ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ കൊടുക്കാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ കഷണ്ടികളായ നമ്മുടെ പോലുള്ള തീർത്തും സാധാരണക്കാർക്ക് ഒരു ആത്മവിശ്വാസം തോന്നുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ കഷണ്ടി തലയും ആ ഒരു താടിയും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ശ്രീ സന്നിധാനന്ദൻ, എനിക്ക് പറയാനുള്ളത്, ഇതിൽ വലിയ കാര്യമില്ല, പറയുന്നവർ പറയട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. പിന്നെ എൻ്റെ അഭ്യുദയകാംക്ഷികളിൽ ചിലരെങ്കിലും എൻ്റെ വീഡിയോകളെ അഭിനന്ദിക്കുന്നതോടൊപ്പം ആ ഒരു വർത്തമാനത്തിലെ ആ ഒരു ഇഴച്ചിലിനെ കുറിച്ച് സ്നേഹപൂർവ്വം സൂചിപ്പിക്കുകയുണ്ടായി. ഇത്തിരി വേഗതയിൽ പറയണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. അത് ഞാൻ ശ്രദ്ധിക്കാം. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. നമസ്കാരം.